ശതകോടിക്കണക്കിന് ഗ്രഹങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ എന്തുകൊണ്ടാണ് ഇതുവരെ ഒരൊറ്റ ഏലിയൻ പോലും ഭൂമിയിൽ വരാത്തത്? ഒരു സിഗ്നൽ പോലും നമുക്ക് കിട്ടാത്തത്? എന്തുകൊണ്ട് നമ്മൾ മാത്രം? ഇതാണ് ഫെർമി പാരഡോക്സ്. 1950-ൽ നോബൽ സമ്മാന ജേതാവായ എൻറിക്കോ ഫെർമി സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ബട്ട് വേർ ഈസ് എവ്രിബഡി? അതായത്, എല്ലാവരും എവിടെയാണ്? നമ്മുടെ ഗാലക്സിക്ക് കോടിക്കണക്കിന് വർഷം പഴക്കമുണ്ട്. വെറും ഒരു 50 മില്യൺ വർഷം കൊണ്ട് ഒരു അഡ്വാൻസ്ഡ് നാഗരികതയ്ക്ക് ഈ ഗാലക്സി മുഴുവൻ കീഴടക്കാം. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ഇതിനകം ഏലിയൻസിന്റെ പേടകങ്ങൾ എത്തേണ്ടതായിരുന്നു. പക്ഷേ ഒരൊറ്റ തെളിവ് പോലുമില്ല. ഇതിന് ശാസ്ത്രജ്ഞർ പറയുന്ന പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. 1. ദ ഗ്രേറ്റ് ഫിൽട്ടർ. ജീവൻ ഉണ്ടായേക്കാം, പക്ഷേ അവ ബഹിരാകാശ യാത്രയ്ക്ക് മുൻപ് തന്നെ യുദ്ധം കൊണ്ടോ പ്രകൃതി ദുരന്തം കൊണ്ടോ സ്വയം നശിച്ചു പോകുന്നു. 2. ദ സൂ ഹൈപ്പോത്തിസിസ്. ഏലിയൻസ് നമ്മളെ കാണുന്നുണ്ടാകാം, പക്ഷേ ഒരു മൃഗശാലയിലെ ജീവികളെപ്പോലെ ദൂരെ നിന്ന് നിരീക്ഷിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. 3. ദ ഡാർക്ക് ഫോറസ്റ്റ്. ഈ പ്രപഞ്ചം ഒരു ഇരുണ്ട കാടാണ്. അവിടെയുള്ള വേട്ടക്കാരായ ഏലിയൻസ് മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചപഞ്ചത്തിൽ തികച്ചും ഒറ്റയ്ക്കാണോ? അതോ ആരെങ്കിലും നമ്മളെ നോക്കി ഒളിച്ചിരിക്കുന്നുണ്ടോ? ഇതിൽ ഏതാണ് ശരിയെന്ന് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യൂ. ഇനിയും ഇതുപോലെയുള്ള സ്പേസ് മിസ്റ്ററികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.